അഴിച്ചുപണി അനിവാര്യമാണ് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു 6 മാസക്കാലമായിട്ടെങ്കിലും KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റുമെന്നുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ജനുവരിയിൽ വളരെ പ്രധാനപ്പെട്ട കേരളത്തിൽ നിന്നുള്ള എല്ലാ പ്രമുഖ നേതാക്കളെയും MP-മാരെയും അടക്കം ഹൈക്കമാൻഡ് വിളിച്ചു ചേർത്ത് ചില ചർച്ചകൾ നടത്തിയിരുന്നു. അന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് ശശി തരൂരുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തൊരു വലിയ വിവാദമുണ്ടായി. തരൂര് മോദിയെ പ്രശംസിച്ചുകൊണ്ട് ചില പ്രസ്താവനകൾ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് പരസ്യമായ വിഴുപ്പലക്കലിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം പോയതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അന്ന് ആ യോഗം നടന്നത്. അന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റുന്നത് സംബന്ധിച്ചൊരു തീരുമാനം കൂടി വരും എന്നാണ്. പക്ഷേ അന്ന് അതുണ്ടായില്ല. എങ്കിൽ കൂടിയും അന്ന് തന്നെ നേതാക്കൾ നൽകുന്ന, പ്രത്യേകിച്ച് ഹൈക്കമാൻഡ് നൽകിയിരുന്ന കൃത്യമായൊരു സൂചന സുധാകരനെ തെരഞ്ഞെടുപ്പിന് മുമ്പ് മാറ്റേണ്ട ഒരു സാഹചര്യമുണ്ട്, എന്നാൽ അത് എപ്പോൾ തീരുമാനിക്കണം, അത്തരമൊരു തീരുമാനം എപ്പോൾ പ്രഖ്യാപിക്കണം, അടുത്തൊരാളെ എപ്പോൾ കണ്ടെത്തണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഡൽഹിയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും നമുക്കൊരു കൺഫർമേഷൻ ഇല്ല. എങ്കിൽ കൂടിയും ഞാനതിൻ്റെ മറ്റൊരു രാഷ്ട്രീയ വശമാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലൊരു അഴിച്ചുപണി അനിവാര്യമാണ് എന്ന് ഞാൻ കരുതുന്നത്? അത് വിശദീകരിക്കാം. കാരണം എന്താ വെച്ചാൽ സംസ്ഥാനത്ത് പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയാണ് കോൺഗ്രസ്. ആ പ്രതിപക്ഷ പാർട്ടിക്ക് ശക്തമായൊരു നേതൃത്വം ഉണ്ടാകേണ്ടത് സംസ്ഥാനത്തിൻ്റെ ഒരു ആവശ്യമാണ്. ജനാധിപത്യത്തിൽ എപ്പോഴും അങ്ങനെയാണല്ലോ. ശക്തമായ പ്രതിപക്ഷമാണ് എപ്പോഴും ഭരണപക്ഷത്തെ ചെക്ക് ചെയ്യുക. നല്ല പ്രതിപക്ഷമുണ്ടെങ്കിലേ നല്ല ഭരണവും ഉണ്ടാവുള്ളൂ, നല്ല മാധ്യമങ്ങളും ഉണ്ടാകണം. അപ്പം അനിവാര്യമായും ജനാധിപത്യത്തിൽ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഒരു സ്ഥിതി എന്താ? ഇപ്പം KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരനെ കൊണ്ടുവരുമ്പോൾ നമുക്കറിയാമല്ലോ, കണ്ണൂരിൽ നിന്നുള്ള വളരെ ഫയർ ബ്രാൻഡ് ആയിട്ടുള്ളൊരു നേതാവ് എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹത്തെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ തന്നെ അന്ന് സുധാകരൻ പ്രഖ്യാപിച്ചത് സംഘടനയുടെ ഒരു സ്വഭാവത്തിൽ തന്നെ താൻ വലിയ വിപ്ലവകരമായൊരു മാറ്റം കൊണ്ടുവരുമെന്നാണ്, അല്ലേ? സെമി കേഡർ സ്വഭാവത്തിലേക്ക് കോൺഗ്രസ് സംഘടനയെ മാറ്റി തീർക്കുമെന്നായിരുന്നു KPCC അധ്യക്ഷനായി ചുമതലയേറ്റപ്പോൾ കെ സുധാകരൻ പറഞ്ഞത്. നമുക്കറിയാമല്ലോ കോൺഗ്രസിൻ്റെ ഒരു സംഘടനാ രീതി എന്നൊക്കെ പറയുന്നത് അതൊട്ടും തന്നെ എന്താ പറയുക, ഒരു മെഷീൻ പോലെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനാ രീതിയൊന്നും ഒരിക്കലും കോൺഗ്രസിന് ഉണ്ടായിരുന്നിട്ടില്ല. പക്ഷേ ഒരു സെമി കേഡർ സ്വഭാവത്തിലേക്ക് പാർട്ടിയെ മാറ്റണം എന്നൊക്കെ ആഗ്രഹിച്ചുവെങ്കിലും സുധാകരൻ ആ നേട്ടം അല്ലെങ്കിൽ ആ ലക്ഷ്യം അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? പിണറായി വിജയനെ പോലൊരു നേതാവാണ് പിന്നെ മുഖ്യമന്ത്രിയായി വന്നിരിക്കുന്നത്, അല്ലെ? ഇരട്ടച്ചങ്കൻ എന്നൊക്കെയുള്ള ഇമേജ് ഉള്ളൊരു നേതാവാണ്. അപ്പോൾ അങ്ങനൊരു നേതാവിനെ വെല്ലുവിളിക്കാൻ പറ്റുന്ന രീതിയിൽ കരുത്തുള്ള ഒരാൾ മറുവശത്തുണ്ടാകുക എന്നതും സുധാകരനെ, കണ്ണൂരിൽ നിന്നുള്ള നേതാവ് എന്ന നിലയ്ക്ക് കൂടി സുധാകരനെ KPCC അധ്യക്ഷനാക്കുന്നതിനകത്തൊരു പ്രധാനപ്പെട്ട കാരണമായിരുന്നു. പക്ഷേ സുധാകരൻ എന്താ ചെയ്തത്? സുധാകരൻ വെല്ലുവിളിച്ചു എന്നുള്ളത് ശരിയാണ് CM-നെ. പക്ഷേ പലപ്പോഴും അത് അതിരുവിട്ടു പോകുന്ന രീതിയിലായിപ്പോയി എന്നുള്ളതാണ് ആ വെല്ലുവിളികളൊക്കെയും. അത് അദ്ദേഹം പിണറായിയുടെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, സ്വന്തം സഖ്യകക്ഷികളുടെ കാര്യത്തിലും പലപ്പോഴും നാക്കുപിഴകൾ സംഭവിച്ചിട്ടുണ്ട്, അല്ലേ? മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിൽ സംഭവിച്ചു. പിന്നീട് എന്താ സംഭവിച്ചത്? അങ്ങ് കൊടപ്പന തറവാട്ടിൽ പോയിട്ട് ഈ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തി മാപ്പ് പറയേണ്ട ഒരു സാഹചര്യം വരെ കെ സുധാകരൻ ഉണ്ടായി എന്നുള്ളതാണ്. അത് മാത്രമല്ലല്ലോ, ആലപ്പുഴയിലെ വാർത്താ സമ്മേളനത്തിന് തൊട്ടു മുമ്പ് മൈക്ക് ഓണായിരിക്കുന്ന അറിയാതെ സുധാകരൻ സതീശനെ കുറിച്ച് പറഞ്ഞതൊക്കെ നാട്ടുകാർ കേട്ടിട്ടുള്ളതുമാണ്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ സുധാകരൻ ഒരു തലവേദനയായി KPCC നേതൃത്വത്തിൽ മാറുന്നു എന്നൊരു പ്രശ്നം സംഘടനയ്ക്കകത്ത് തന്നെ വലിയ ഒരു ചർച്ചയായി മാറിയിട്ടുണ്ട്. ഇതാരും മാധ്യമങ്ങൾ സൃഷ്ടിച്ചൊരു കാര്യമൊന്നുമല്ല. എപ്പോഴും KPCC നേതൃത്വത്തിലെ പല നേതാക്കളും പറയുന്നൊരു കാര്യമുണ്ട്, ഈ സംഘടനയുടെ നേതൃത്വത്തിൽ അഴിച്ചുപണി ഉണ്ടാകുന്നു എന്നുള്ളത് മാധ്യമ സൃഷ്ടിയാണെന്ന് പറയുമ്പോഴത്തേക്കും സുധാകരനെതിരായിട്ട് പല കോണുകളിൽ നിന്ന് പലതരത്തിലുള്ള ആക്രമണങ്ങൾ പാർട്ടിക്ക് അകത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിരോധവും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ചർച്ച വളരെ സജീവമാകുന്നൊരു സാഹചര്യം എന്ന് പറയുന്നത് നേരത്തെ ആരും സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നമുണ്ട്. ഒന്ന് നോക്കൂ, നമ്മളിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിലാവുള്ളൂ, അല്ലേ? ഈ തെരഞ്ഞെടുപ്പ് വർഷം എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമല്ലേ? 2026 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അധികാരത്തിൽ തിരിച്ചു വരാൻ കഴിഞ്ഞില്ല എന്ന് വിചാരിക്കുക. എന്താണ് കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തെ സ്ഥിതി? എന്താണ് അതിൻ്റെ ഭാവി? എന്തായിരിക്കും UDF-ൻ്റെ ഭാവി? അതുകൊണ്ട് തന്നെ 2026 തെരഞ്ഞെടുപ്പ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടമാണ്. ഇപ്പോൾ മറുവശത്ത് നോക്കിക്കോളൂ, ഭരണകക്ഷിയുടെ സ്ഥിതി എന്താ? അവർ ഈ അടുത്ത കാലത്തല്ലേ അവരുടെ ബ്രാഞ്ച് സമ്മേളനം നടത്തി, പിന്നെ ലോക്കൽ സമ്മേളനം നടത്തി, ഏരിയ സമ്മേളനം നടത്തി, ജില്ലാ സമ്മേളനം നടത്തി, സംസ്ഥാന സമ്മേളനം നടത്തി, മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടത്തി. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് പോകുമ്പം CPM സുസജ്ജമായിരിക്കുന്നു എന്നുള്ളതാണ്. എപ്പോഴും അവരുടെ സംഘടനാ മെഷീനറി അങ്ങനെയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ഈ ബ്രാഞ്ച് മുതൽ സംസ്ഥാനം വരെ നടന്നിട്ടുള്ള സമ്മേളനങ്ങളിലൂടെ ആ പാർട്ടിയുടെ മെഷീനറിയെ കൂടുതൽ ഊർജിതമാക്കാനായിട്ട്, ഉഷാറാക്കാനായിട്ട് CPM-ന് കഴിഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, CPM ഒരു പൊളിറ്റിക്കൽ അജണ്ട സെറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതല്ലേ? 3ാം ഭരണം ഉണ്ടാകാൻ പോകുന്നു എന്നൊരു പൊളിറ്റിക്കൽ അജണ്ട CPM സെറ്റ് ചെയ്ത് കഴിഞ്ഞു. മറുപക്ഷത്ത് എന്താ നമ്മൾ കാണുന്നത്? കോൺഗ്രസിൻ്റെ പക്ഷത്ത് എന്താ കാണുന്നത്? എന്താണ് KPCC അധ്യക്ഷൻ്റെ റോള്? യഥാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിൽ പ്രത്യേകിച്ച് KPCC അധ്യക്ഷൻ ഡേ ടു ഡേ ബേസിസിൽ പൊളിറ്റിക്കൽ അജണ്ട നിശ്ചയിക്കണം. പൊളിറ്റിക്കൽ അജണ്ട സെറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കണം KPCC അധ്യക്ഷൻ എന്ന് പറയുന്നത്. കോൺഗ്രസിൻ്റെ കാര്യത്തിനകത്തുണ്ടല്ലോ, ഈ പൊളിറ്റിക്കൽ അജണ്ട എല്ലാ ദിവസവും സെറ്റ് ചെയ്താൽ മാത്രമേ ആ സംഘടന ചലിക്കുകയുള്ളൂ, എന്നാൽ മാത്രമേ തുടർചലനങ്ങൾ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ പ്രഭവ കേന്ദ്രം തന്നെ ഉഷാറായിരിക്കണം. എന്നിട്ട് പൊളിറ്റിക്കൽ അജണ്ട സെറ്റ് ചെയ്യണം. നമ്മളൊന്ന് നോക്കണം, 2024
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് രാഹുൽ ഗാന്ധി പൊളിറ്റിക്കൽ അജണ്ട സെറ്റ് ചെയ്തത്? അല്ലേ, ജാതി സെൻസസ് എന്നൊരു വിഷയം എടുത്തുകൊണ്ടൊരു പൊളിറ്റിക്കൽ അജണ്ട സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഭരണഘടനയുടെ സംരക്ഷണം എന്നുള്ളൊരു പൊളിറ്റിക്കൽ അജണ്ട സെറ്റ് ചെയ്തു. നമുക്കറിയാമല്ലോ, ഇന്ത്യയിൽ എവിടെയും കോൺഗ്രസ് അതിശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി മെഷീനൊന്നും കോൺഗ്രസിനില്ല. പക്ഷേ ഒരു പൊളിറ്റിക്കൽ അജണ്ട സെറ്റ് ചെയ്തതോടെ തന്നെ സ്വഭാവം മാറി, തെരഞ്ഞെടുപ്പിൻ്റെ സ്വഭാവം മാറി. ആ അർത്ഥത്തിൽ അങ്ങനെ ഒരു റോള് തെരഞ്ഞെടുപ്പ് വർഷത്തിൽ വഹിക്കേണ്ട ഒരാളാണ് KPCC അധ്യക്ഷൻ എന്ന് പറയുന്നയാൾ. പക്ഷേ സുധാകരൻ അത് കഴിയുന്നില്ല. നമുക്കറിയാം, ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന വിഴിഞ്ഞം, ഇന്നലെ വിഴിഞ്ഞം ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വിവാദങ്ങൾ, അതിൻ്റെ മുൻ ദിവസങ്ങളിൽ വന്നിട്ടുള്ള വിവാദങ്ങൾ, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് KPCC അധ്യക്ഷൻ എന്താ പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹം വലിയൊരു പൊളിറ്റിക്കൽ അജണ്ട സെറ്റ് ചെയ്ത് വളരെ ആഞ്ഞടിക്കേണ്ട ഒരു നേതാവല്ലേ. ഇപ്പോൾ പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് സർക്കാരിനെ അറ്റാക്ക് ചെയ്യുമ്പോഴാണല്ലോ അറ്റാക്കിൻ്റെ ഒരു ശക്തി ഉണ്ടാവുക. അത് സതീശൻ മാത്രം പറഞ്ഞാൽ പോരല്ലോ. എപ്പോഴും പ്രതിപക്ഷം അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാരിനെതിരായിട്ട് CPM-നെതിരായിട്ട് ആക്ഷേപങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം, ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല. മറിച്ച് ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് പോകുമ്പോൾ കൃത്യമായി ഒരു പാർട്ടിയെ ചലിപ്പിക്കണമെങ്കിൽ അതിന് അതിൻ്റെ നേതൃത്വം അജണ്ട നിശ്ചയിച്ച് നൽകണം. അപ്പോൾ മാത്രമാണ് ആ മിഷനറി പ്രവർത്തിക്കുക. അങ്ങനെ ഒരു കാര്യമേ, അങ്ങനെ ഒരു റോളേ വഹിക്കാൻ കെ സുധാകരന് കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അത് ഒരിക്കലും കോൺഗ്രസിനെ പോലൊരു പാർട്ടിക്ക്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, ജീവൻ മരണ പോരാട്ടത്തിലേക്ക് 2026 തെരഞ്ഞെടുപ്പിൽ പോകാൻ പോകുന്നൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ശുഭകരമായ കാര്യമല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് മാത്രമല്ലെന്നേ, നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഈ വിരുദ്ധ വികാരം ഉണ്ടല്ലോ. എപ്പോഴും കോൺഗ്രസ് ഈ പറയുന്ന ഡിപ്പെൻഡ് ചെയ്യുന്നൊരു കാര്യം വെച്ചാൽ ഭരണവിരുദ്ധ വികാരമാണ്. ഭരണവിരുദ്ധ വികാരം അങ്ങ് ആഞ്ഞടിക്കും. അങ്ങനെ ആഞ്ഞടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് സുഖമായി ജയിച്ചു വരാം എന്നാണ് ഈ തോന്നലാണല്ലോ 2021 നിന്നിരുന്നത്. പക്ഷേ 2021 ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ആദ്യമായി കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ, തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായി ഭരണ അനുകൂല വികാരം ഉണ്ടായൊരു തെരഞ്ഞെടുപ്പാണ് 2021 നടന്നത്. അപ്പോൾ 2026 ഒരു ഭരണവിരുദ്ധ വികാരം, 10 വർഷം ഭരിച്ചതുകൊണ്ട് ഒരു ഭരണവിരുദ്ധ വികാരം ഇങ്ങ് വരും, നമുക്ക് ജയിച്ചു വരാമെന്നൊക്കെ പറയുന്ന ആ പഴയ സങ്കല്പം മാറി. മറിച്ച് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമായ ആസൂത്രണമാണ്. BJP ഇന്ന് രാജ്യത്ത് ഏറ്റവും മനോഹരമായി കാഴ്ചവെച്ചിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് മൈക്രോ പ്ലാനിങ് എന്ന് പറയുന്നതാണ്. സൂക്ഷ്മമായി ആസൂത്രണം ചെയ്യുക. മറ്റതൊക്കെ മാക്രോ പ്ലാനിങ്ങിലായിരുന്നു ഇലക്ഷൻ നടന്നുകൊണ്ടിരുന്നത്. അതിനെ മാറ്റുന്നത് BJP ആണ്. സൂക്ഷ്മമായി, വളരെ സൂക്ഷ്മമായി സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുക, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അപ്പം ഭരണവിരുദ്ധ വികാരം ഇങ്ങോട്ട് വന്നൊരു തരംഗമായിട്ട് നമുക്കിങ്ങനെ വിജയിച്ചു വരാമെന്നൊന്നും കഴിയില്ല, അങ്ങനൊന്നും ആലോചിച്ചിരിക്കാൻ കഴിയില്ല. വളരെ സൂക്ഷ്മമായിട്ടുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് മറുവശത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ വളരെ കൃത്യമായി CPM ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ എടുത്തില്ല. കാരണം ന്യൂനപക്ഷം, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ ഇങ്ങനെ അപ്പീസ് ചെയ്തുകൊണ്ടിരുന്നാൽ തങ്ങൾക്കൊരു ഗുണവുമില്ല എന്ന് 24 തെരഞ്ഞെടുപ്പിൽ അവർക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരവരുടെ അടവും ടാക്ടിക്സും ഒക്കെ മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നാക്ക വിഭാഗങ്ങളുടെയും അതുപോലെ തന്നെ ഹിന്ദു വിഭാഗങ്ങളുടെയും ഒക്കെ വോട്ടുകൾ സമാഹരിക്കാനുള്ള പണി പാർട്ടി നേരത്തെ തന്നെ ആരംഭിച്ചിരിക്കുന്നു. അത് പയനിയർ ചെയ്യുന്നത്, അത് ചാമ്പ്യൻ ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. ആ രീതിയിലൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് വളരെ ശക്തമായി CPM നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്ത് ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുകയും, അതെപ്പോഴും കോൺഗ്രസിൻ്റെ ഒരു സ്വഭാവമാണ്. എങ്കിൽ കൂടി തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ഒന്ന് ഒന്നിച്ച് നിന്നിട്ട് ആ മിഷണറിയൊക്കെ ഒന്ന് സജീവമാക്കി കുറേ എന്താ പറയുക, വിവാദങ്ങളും ആരോപണങ്ങളൊക്കെ ഉയർത്തി ആ പാർട്ടിയെ ഒന്ന് ഊർജ്ജസ്വലമാക്കുന്ന ഒരു രീതി കോൺഗ്രസിനുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മളത് കാണുന്നില്ല. അതിൻ്റെ സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ 140 മണ്ഡലങ്ങളിൽ, ഞാനൊരു കണക്ക് പറയാം, 2021 തെരഞ്ഞെടുപ്പിലുണ്ടല്ലോ 45% CPM-ന് കിട്ടിയത് വോട്ട്, 45%. കോൺഗ്രസിന് കിട്ടിയത് 39% ആണ്. അപ്പോൾ 6% വ്യത്യാസമുണ്ട്. 6% വ്യത്യാസം എന്ന് പറയുന്നത് ചെറിയൊരു വ്യത്യാസമല്ല. അപ്പോൾ 3% പിടിച്ചെടുക്കണം. ഈ 3% പിടിച്ചെടുത്താൽ ഈക്വലായി. പിന്നെ അതിൻ്റെ കൂടുതൽ 1% കൂടി കൂടിയാലേ ഈ പറയുന്ന ഭരണം പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു 4% വോട്ട് കേരളത്തിൽ പിടിക്കേണ്ടതുണ്ട്. ആ 4% വോട്ട് പിടിച്ചാലും ഭൂരിപക്ഷം കിട്ടണമെന്നില്ല. ഇപ്പോൾ 45% വോട്ട് CPM-നും ഇടതുപക്ഷത്തിനും കിട്ടിയപ്പോൾ അവരുടെ സീറ്റ് എത്രയാണെന്നറിയോ? 99 സീറ്റാണ്. അതേസമയം 39% കിട്ടിയ കോൺഗ്രസിന് കിട്ടിയിരിക്കുന്ന എത്രയാണ് സീറ്റ്, അല്ലെങ്കിൽ UDF-ന് കിട്ടിയിരിക്കുന്ന എത്രയാണ്? 41 സീറ്റാണ്. എത്ര ഡിഫറൻസ്? 50 സീറ്റിൻ്റെ 55 സീറ്റിൻ്റെ ഡിഫറൻസ് ആണ്, അല്ലേ? 58 സീറ്റിൻ്റെ ഡിഫറൻസ് ആണ്, ചെറിയ ഡിഫറൻസ് അല്ല. അപ്പം ഈ 6% ഡിഫറൻസ് ഉണ്ടാക്കിയത് എത്ര സീറ്റിൻ്റെ ഡിഫറൻസ് ആണെന്ന് നോക്കിയാൽ 58 സീറ്റിൻ്റെ ഡിഫറൻസാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു പോരാട്ടമല്ല 2026 അവരെ കാത്തു നിൽക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇലക്ഷൻ മാനേജ്മെൻറ്റിലേക്ക് വരണമെങ്കിൽ കൃത്യമായ ശക്തമായൊരു നേതൃത്വം കോൺഗ്രസിന് ഉണ്ടായേ പറ്റുള്ളൂ. ഇപ്പോൾ കെ സുധാകരൻ്റെ നേതൃത്വം എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഊർജ്ജസ്വലമാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് പല രീതിയിൽ ആ പാർട്ടിയെ പിന്നോട്ടടിച്ചുകൊണ്ടിരിക്കുന്നു. അതിശക്തമായ ഒരു മെഷീനറി ആയിട്ട് പാർട്ടി മാറണമെങ്കിൽ അതിൻ്റെ നേതൃത്വത്തിൽ കരുത്തന്മാരായിട്ടുള്ള ആളുകൾ വരണം. ഇപ്പോൾ ഈ പറഞ്ഞു കേൾക്കുന്ന പേരുകളുടെ കാര്യത്തിൽ കൂടി ഞാൻ അഭിപ്രായം പറയാം. നോക്കൂ, ഇപ്പം ആൻ്റണിയുടെ പേരാണ് വളരെ പ്രധാനമായിട്ടും നമ്മൾ കേൾക്കുന്നതെന്ന് പറയാം. അതിന് കൂട്ടത്തിൽ സണ്ണി ജോസഫ് ഉണ്ട്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, 2 പേരുകളാണ് പറഞ്ഞു കേൾക്കുന്നെങ്കിലും അത് 2 പേരും ക്രിസ്തീയ സമുദായത്തിൽ നിന്നുള്ള ആളുകളാണ് എന്നുള്ളതാണ്. കോൺഗ്രസ് നേരിടുന്നൊരു വലിയ പ്രശ്നം എന്താ? കോൺഗ്രസ് മാത്രമല്ല, കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF നേരിടുന്നൊരു വലിയ പ്രശ്നം എന്താ? മുസ്ലിം ലീഗ് അവരോടൊപ്പമുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ആ കമ്മ്യൂണിറ്റിയുടെ ഒരു വോട്ട് അത് 2024 തെരഞ്ഞെടുപ്പിൽ അത് തെളിയിക്കുകയും ചെയ്തതാണ്. ആ വോട്ട് അവർക്ക് ലഭ്യമാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഈ കേരള കോൺഗ്രസിൻ്റെ മുന്നണി മാറ്റം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായം എന്ന് പറയുന്ന ഒരു ചെറിയ വോട്ട് ബാങ്ക് അല്ലല്ലോ എന്ന് നമ്മൾ എടുത്തു നോക്കിയാൽ, ഇപ്പോൾ പത്തനംതിട്ട, അതേപോലെ തന്നെ ഇടുക്കി, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോടിൻ്റെ മലയോര പ്രദേശങ്ങൾ, വയനാട്, ഈ രീതിയിൽ അതുപോലെ തന്നെ കോസ്റ്റൽ
ബെൽറ്റ്, ഈ മേഖലയിലൊക്കെ ക്രിസ്ത്യൻ സമുദായത്തിനുള്ള സ്വാധീനം വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഏതാണ്ടൊരു 80 സീറ്റുകളിൽ ഈ ക്രിസ്ത്യൻ വോട്ട് എന്ന് പറയുന്നത് വിജയപരാജയങ്ങൾ തീരുമാനിക്കുന്ന ഒരു വോട്ട് ബാങ്കാണ്. അപ്പോൾ അതാണ് നേരെ LDF ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ കേരള കോൺഗ്രസിൻ്റെ ആ ഷിഫ്റ്റ് അപ്പം നടക്കുമ്പോൾ പോലും ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, ബേസിക്കലി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഒരു UDF മനോഭാവമുള്ള കമ്മ്യൂണിറ്റിയാണ്. ഇപ്പോൾ നമ്മൾ 2024 തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ, കോട്ടയത്തെ തോൽവി, ജോസ് കെ മാണിയുടെ തോൽവി. 2024 അവിടെ ആരാ തോറ്റത്? ചാഴിക്കാടനാണ് തോൽക്കുന്നത്. അപ്പം LDFും ജോസ് കെ മാണിയുടെ പാർട്ടിയും ഒന്നിച്ച് വന്നിട്ട് പോലും അവിടെ UDFന് വിജയിക്കാൻ കഴിഞ്ഞത് ഈ കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രോ UDF മനോഭാവമാണ്. അപ്പോൾ ആ പ്രോ UDF മനോഭാവത്തെ കൂടുതൽ അടിത്തറയുള്ള ഒന്നാക്കി വെക്കണമെങ്കിൽ, അതിനെ സ്റ്റെബിലൈസ് ചെയ്യണമെങ്കിൽ നിശ്ചയമായും ഇപ്പോൾ കോൺഗ്രസിന് ആവശ്യമെന്ന് പറയുന്നത് ആ സമുദായത്തിൽ നിന്നൊരു നേതാവ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ആ സമുദായത്തിൽ നിന്നുള്ള ഒരാളെ കൊണ്ടുവരുന്നത് വഴി ആ സമുദായത്തിൻ്റെ ഒരു കോൺഫിഡൻസ് നേടിയെടുക്കാൻ കോൺഗ്രസിന് കഴിയും. ആ രീതിയിലാണ് അവർ ആലോചിക്കുന്നത്. ആ അർത്ഥത്തിലൊക്കെ ഒരു പൊളിറ്റിക്കൽ മാനേജ്മെൻറ്റിലേക്ക് കോൺഗ്രസ് വരുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അത് അടിയന്തരമായി ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഒരു നല്ല തിരഞ്ഞെടുപ്പ് 2026 നടക്കുകയുള്ളൂ. വലിയ രീതിയിലുള്ള മത്സരം നടക്കുന്നത് എപ്പോഴും ജനാധിപത്യത്തിന് ഗുണകരമാണ്. അത്തരത്തിൽ നല്ല മത്സരങ്ങൾ നടക്കുമ്പോൾ നല്ല തിരഞ്ഞെടുപ്പ് നടത്താൻ ജനങ്ങൾക്ക്, വോട്ടർമാർക്ക് കഴിയും. അതിനൊരു സാഹചര്യം രൂപപ്പെട്ട് വരേണ്ടതുണ്ട്. ഒരിക്കലും മത്സരം ഏകപക്ഷീയമായി കൂടാ. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പും ഏകപക്ഷീയമായിരുന്നു നമുക്കറിയാം. പക്ഷേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മനോഹാരിത എന്താ? അത് കടുത്ത മത്സരം നടന്നു എന്നുള്ളതുകൊണ്ട് രാജ്യത്ത് അതിശക്തമായൊരു പ്രതിപക്ഷം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാണ് ജനാധിപത്യത്തിൻ്റെ ഒരു മനോഹാരിത എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ കേരളത്തിൽ കോൺഗ്രസ് അതിൻ്റെ മിഷണറിയെ ഊർജ്ജസ്വലമാക്കേണ്ടതുണ്ട്. അതിൻ്റെ നേതൃത്വത്തിൽ ശക്തരായ ആളുകൾ വരണം. ഡേ ടു ഡേ ബേസിസിൽ പൊളിറ്റിക്കൽ അജണ്ട നിശ്ചയിക്കാൻ കഴിയണം. സർക്കാരിനെയും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെയും പരസ്യമായി തന്നെ വിചാരണ ചെയ്യാൻ കഴിയണം. ആ രീതിയിലൊക്കെ ഒരു ഉറച്ച പ്രതിപക്ഷമായി മാറിയെങ്കിൽ മാത്രമേ 26 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും UDFനും എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകവയ്ക്കാനുള്ള ഒരു സാധ്യതയുണ്ടാവൂ. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് കെ സുധാകരനല്ല ഇപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ നയിക്കേണ്ടത്. KPCC നേതൃത്വത്തിൽ ശക്തനായ ഒരാൾ അത് ഈ ജാതി സമവാക്യങ്ങളൊക്കെ പരിഗണിച്ച് തന്നെ വരേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. Meet the editors.